എങ്ങനെയാണ് ഈ ഒരു പണം നഷ്ടപ്പെട്ടത്? നമ്മൾ പറവൂരുള്ള JSS ട്രസ്റ്റ്, അതായത് നമ്മളുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അതിനെ വിശ്വസിച്ചാണ് നമ്മൾ ആ പൈസ അടച്ചത്. അപ്പോൾ അവർ പറയുന്ന പറവൂരത്ത് തന്നെ ഒരു അക്കൗണ്ടുണ്ട്, UC കോളേജിനടുത്തുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ. അക്കൗണ്ടിൽ പൈസ അടക്കാൻ പറഞ്ഞു, നമ്മൾ പൈസ അടച്ചു. അതുമാത്രമല്ല, നമ്മൾ വിശ്വസിക്കാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്തുള്ളവർക്കൊക്കെ തയ്യൽ മെഷീനായിട്ടും വണ്ടികളായിട്ടും ഒക്കെ കിട്ടി. അപ്പോൾ നമ്മൾ ഓൾറെഡി അത് അങ്ങനെ കിട്ടും. അപ്പോൾ എവിടെ നിന്നാണ് ഇങ്ങനെ ഫണ്ട് വരുന്നതെന്നൊക്കെ നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ സ്ത്രീകൾക്കായിട്ട് 50% കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണക്കാരായ ആൾക്കാരാണ്, എന്തായാലും അത് വിശ്വസിക്കും. തീർച്ചയായിട്ടും വലിയൊരു പൊടി തന്നെയാണ് കണ്ണിലിട്ടതിന് ശേഷം ഈ ഒരു വലിയൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ നമ്മൾ വിശ്വസിക്കാൻ കാരണം എന്ന് പറയുന്നത്, നമ്മളുടെ എല്ലാ നേതാക്കന്മാരും ഇതിൽ ഉദ്ഘാടനത്തിനായാലും സാധനങ്ങൾ കൊടുക്കാനായാലും വന്നിരുന്നു. അപ്പോൾ ഗവൺമെന്റും എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇത് ചെയ്തേക്കുന്നത്, അല്ലാതെ അവർക്ക് ആർക്കും അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനും ഇങ്ങനെ അറിഞ്ഞപ്പോൾ കൊണ്ട് തട്ടിപ്പിൽ പൈസ കൊടുത്തു എന്ന്. ഇത് ആദ്യമായി രഹസ്യമായി നടക്കുന്നതല്ല, ഇത് പബ്ലിക്കായിട്ട് നടത്തിയ പരിപാടികളാണ്. അപ്പോൾ ഇതിലെല്ലാവർക്കും പങ്കുണ്ട്. അപ്പോൾ ഇവരെ അറിഞ്ഞ് ഇത് മേടിച്ചു തരേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിന്റെ കൂടെയാണ്. അല്ലെങ്കിൽ അവർ ഈ ഫണ്ട് വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവരെങ്ങനെ ഇത് ചെയ്യുന്നതിനുള്ള ഒരു അന്വേഷണമെങ്കിലും നേരത്തെ നടത്തണമായിരുന്നു. അപ്പോൾ സാധാരണക്കാരായി ഇത്രയും ജനങ്ങൾ പറ്റിക്കപ്പെടില്ല. തീർച്ചയായിട്ടും വലിയ വലിയ നേതാക്കളുടെ മോശമായ പുറത്ത് കാണിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും. അവരുടെയൊക്കെ മുഖം വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അവരെല്ലാവരും ഓരോ വേദികളിൽ ലാപ്ടോപ്പ് വിതരണത്തിനായാലും മറ്റു കാര്യങ്ങൾക്കായാലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെയൊക്കെ വിശ്വസിക്കുകയല്ലേ ചെയ്യുന്നത്, അല്ലാതെ ഒരു അറിയാത്തൊരു അനന്തകൃഷ്ണൻ എന്തോ പേരുള്ള ഒരു വ്യക്തി വന്ന് പറഞ്ഞാൽ നമ്മളെ പൈസ അടക്കും. പിന്നെ അതുപോലുള്ള സയൻസ് സൊസൈറ്റി അങ്ങനെ പോലെയുള്ള JSS ട്രസ്റ്റ് അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വിശ്വാസമുള്ളതാണ്. അപ്പൊ അവർക്കാണ് നമ്മൾ പൈസ കൊടുത്തേക്കുന്നത്. ശരിക്കും വിശ്വസ്തരായവർ മുമ്പിൽ വന്ന് പറഞ്ഞപ്പോൾ കൊടുത്തതായിട്ടാണ് പറയുന്നത് അല്ലേ? അതെ. പിന്നെ അവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇതിൽ സാധാരണക്കാരനായിട്ടുള്ള സ്ത്രീകളെ മുഴുവനുമാണ് പറ്റിക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ആ പൈസ വണ്ടി കിട്ടണ്ട, പകുതി പൈസക്കുള്ള വണ്ടി വേണ്ട, ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതി. ഞങ്ങൾക്ക് പലിശയും വേണ്ട, ഈ 1 വർഷക്കാലത്തെ പലിശയും വേണ്ട, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം തിരികെ കിട്ടിയാൽ മതി. അത് അത്ര മാത്രമേ ഉള്ളൂ, നമുക്ക് മറ്റൊന്നും വേണ്ട. അതിനുള്ളൊരു നടപടി എടുത്ത് അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ തുടങ്ങിയതാണ് ഈ പ്രശ്നം. ഒരാഴ്ചയായി. നമ്മൾക്ക് എല്ലാവർക്കും 1 രൂപയ്ക്കാണെങ്കിലും വിലയുള്ളതാണ്. അപ്പോൾ ഇപ്പം എൻ്റെ കൂടെ വന്നിരിക്കുന്ന പലവരും ഭർത്താക്കന്മാർ അറിയാതെ പോലും പൈസ ഒപ്പിച്ച് അവർ കൊടുത്തേക്കുന്ന പൈസയിൽ നിന്ന് അടച്ചിട്ടുള്ളവരാണ്. അവർ എന്ത് ചെയ്യും? ഭർത്താക്ക അറിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക്. പക്ഷേ നമുക്ക് പലിശ പൊക്കോട്ടെ, നമ്മൾ സ്വർണം പണയം വെച്ചാണ് എങ്ങനെ ചെയ്തതാണെങ്കിലും പലിശ വേണ്ട, പൈസ ഞങ്ങൾക്ക് കിട്ടാനുള്ള വഴി ഏതെങ്കിലും രീതിയിൽ ചെയ്തു തരണം. അതിനു വേണ്ടിയാണ് നിയമപരമായി മുൻപോട്ട് പോയാൽ ഞങ്ങളെല്ലാവരും ഇപ്പം അതിനാണ് തീരുമാനം.